ഇമോഷണലായ കാര്യങ്ങളൊന്നും ഇവളോട് പറയരുതെന്ന്. എനിക്ക് മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ മനസ്സിൽ ടെൻഷൻ വന്നാൽ എനിക്കത് ആരോടെങ്കിലും പറഞ്ഞാലേ സമാധാനം വരൂ. I had to tell you, Jia, because I need to prove that the bloody Matthews is wrong. അവൻ പറഞ്ഞത് കള്ളമാണെന്ന് നീ തന്നെ തെളിയിക്കണം. നീ എന്റെ മോളാ. നീ ഒരിക്കലും ആരെയും പ്രണയിക്കില്ല എന്നല്ല, പക്ഷേ എന്റെ അനുവാദമില്ലാതെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നീ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇങ്ങനെ രണ്ടുപേരെ ഒരുമിച്ച് that's not my girl. നീ അവരോട് രണ്ടുപേരോട് സംസാരിക്കണം. അവർക്ക് പറയാനോട് കേൾക്കണം. എന്താണ് എന്റെ മകളുടെ ജീവിതത്തിൽ അവരുടെ റോളെന്നറിയാമല്ലോ. അത് വേണോ ഡാഡി? അവര് കുറച്ചേയും അങ്ങ് പോയിക്കോളില്ലേ? ഇല്ല, കേട്ടെടുത്തോളം അവരങ്ങനെ പോവില്ല. നിനക്ക് സത്യം അറിയണ്ടേ? വല്ല പ്രശ്നമാവോ? അങ്ങനെ രണ്ടുപേരുടെ അടുത്തേക്ക് ഒരു കേണലിന്റെ മകളാവൾ, അതവർക്ക് നന്നായിട്ട് അറിയാം. ഒന്നും സംഭവിക്കില്ല. എന്നാലും അത് ഡാഡി പറഞ്ഞത് ശരിയാ. I need to know their story. അതെ, ഇനി അവരിൽ ഒരാൾ യഥാർത്ഥത്തിൽ അവളുടെ ലവർ ആണെങ്കിലോ? നാൻസി, അവരുമായി ഇടപഴകുന്നത് ജയയുടെ ഓർമ്മ തിരിച്ചുകൊണ്ടുവരാൻ ഗുണം ചെയ്യുമെങ്കിലോ? അങ്ങനെ ഓർമ്മ തിരിച്ചു വന്നാലോ? അവന്മാരെ എങ്ങനെ പറഞ്ഞു വിടണമെന്ന് എനിക്കറിയാം. ജിയെ കിട്ടുന്നെങ്കിൽ അത് രവി തന്നെ ആയിരിക്കണം. ഒരു പട്ടാളക്കാരന് വാക്കാണ് വരുന്നത്. മനസ്സിലായോ? എന്റെ മോളെ കാത്തോളേ, എന്റെ അന്തോണി സോണിയാളാ. നോക്ക്, നിങ്ങളുടെ ഫാമിലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെത്തിയതിനു ശേഷം നീ കൂടുന്ന ആദ്യ പെരുന്നാൾ. അവിടെ വെച്ചാണ് നിന്നെ ആദ്യമായി ഞാൻ കാണുന്നത്. ഒരു ഗുണ്ട തന്നെയായിരുന്നു ഞാൻ, ആരോ പെറ്റുപേക്ഷിച്ചിട്ട സന്തതി. വളർന്നത് ഇവിടുത്തെ റെയിൽവേ കോളനിയിൽ. പഠിച്ചത് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവനെ അന്ന് സിറ്റി വാണിരുന്ന് ഒരു രാജാവ് ഏറ്റെടുത്തു. ഒരു അനുജനെ പോലെ കൂടെ നിർത്തി. അയാളുടെ പേരായിരുന്നു പ്രിൻസ്, രാജാവിൻ്റെ മകൻ. പിന്നെ അയാൾക്ക് വേണ്ടിയായി എല്ലാം. എന്നെക്കുറിച്ച് കേട്ടും പലയിടത്തും കണ്ടു. നിനക്ക് ആദ്യം എന്നിലുണ്ടായത് ക്യൂരിയോസിറ്റിയാണ്. ഒരു ഗുണ്ട എന്ന വസ്തുവിനെ ആദ്യമായി നേരിൽ കണ്ടതിൻ്റെ കൗതുകം, ചെറിയ വെറുപ്പ്, അല്പം ഭയം. പ്രിൻസണ്ണ, അമ്മയ്ക്ക് തീരെ വയ്യ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ തരുമോ? ഇല്ലണ്ണ, ഇല്ലണ്ണ, എന്നെടുത്തോ. ഏയ്, പൈസ വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? സത്യമായിട്ടും ഇല്ല. എൻ്റെ ഡാഡി മിലിറ്ററിയിലാ. അതുകൊണ്ട്? അല്ല, പോക്കറ്റ് മണിയൊന്നും അങ്ങനെ കിട്ടാറില്ല. അയ്യോ, അത് അതെടുക്കരുത്. ഇവളുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട്.
ഒരു മാല പോയാൽ അത് തിരിച്ചു വരും, ഒരു അമ്മയുടെ ജീവൻ പോയാൽ അത് തിരിച്ചു വരില്ല. ഈ മാല ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കും. ഫ്രണ്ട്സിൻ്റെ വാക്കം പഞ്ഞുറടിക്കാൻ പിള്ളേരോട്ടെ. നിങ്ങൾ വെച്ചോളൂ. മാല കളഞ്ഞു പോയിന്ന് ഞാൻ അമ്മയോട് നുണ പറഞ്ഞു. ഇനിയിപ്പോ ഇത് കൊണ്ടുപോകാനും പറ്റില്ല. ഇത് അവർക്ക് തന്നെ കൊടുത്തേക്കൂ, പാവങ്ങളല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തം കൈ കൊണ്ട് ചെയ്യണം. പിന്നീട് എപ്പോഴും നീ എന്നോട് പറഞ്ഞു, ഞാൻ ആ പറഞ്ഞത് അതാണ് നിന്നെ. എന്നെ നിന്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നായി പലവട്ടം ഒഴിഞ്ഞു മാറി ഞാൻ. നിന്റെ പിറന്നാൾ അന്ന് ആർബി ക്ലബിൽ വെച്ച് നാട്ടിലെ പട്ടാളക്കാരെല്ലാം കൂട്ടിയിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു. നിന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച അയാളുടെ മകനുണ്ടായിരുന്നു. എന്താളുടെ പേര്? ആ, രവി. പട്ടാളക്കഥകൾ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? മീ ടു. യുനോ, എൻ്റെ പപ്പ എന്നെ ഉറക്കിയിരുന്നത് പട്ടാളക്കഥകൾ പറഞ്ഞായിരുന്നു. ഒരിക്കൽ ഒരു ജവാന്റെ 2 കാലുകൾ പാറ്റേൺ ടാങ്കിന്റെ അടിയിൽപ്പെട്ട് ചിന്നിച്ചിതറി. പിന്നെ മറ്റൊരാളുടെ തലയൊട്ടിയിലൂടെ പാഞ്ഞ റോക്കറ്റ് അയാളുടെ ഇടത്തെ കണ്ണുമായി പുഴയിൽ ചെന്ന് പതിച്ച കഥകളൊക്കെ എനിക്കൊരു താരാട്ട് പോലെ. അത് കേട്ട് കേട്ട് വിരൽ ചപ്പി ഞാൻ ഉറങ്ങി. നമ്മുടെ വിവാഹം കഴിഞ്ഞാലും ജെ എനിക്ക് ഇതുപോലെ കഥകൾ പറഞ്ഞത്. ജെയുടെ മടിയിൽ രവി, യെസ്, can you excuse me for a second? ഇമോഷണൽ ആയല്ലേ? എനിക്കറിയാം, അതാ ഞാൻ പറഞ്ഞത്. പോയി കണ്ണ് കുളിച്ചിട്ട് വരൂ. ഐ മീൻ കഴുകിയിട്ടിട്ട് വരൂ. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? എന്താ വൈകിയേ? പുറകിലേക്ക് കയറാം. വണ്ടിയിലേക്ക് കയറാൻ. എങ്ങോട്ട് കൊണ്ടുപോവാനാ? കൊല്ലം കൊണ്ടുപോവാൻ. വണ്ടി കയറി. നിന്നെ കാണാൻ കൊള്ളാം. കാണാൻ കൊള്ളാന്ന്.